വിഘടിച്ചുപോയ സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചുവരണമെന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് സമസ്ത കാന്തപുരം വിഭാഗം ഐക്യ ചർച്ചയെ സ്വാഗതം ചെയ്യുന്നതായി AP വിഭാഗം നേതാവും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനുമായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഐക്യനീക്കത്തിന് വ്യവസായി MA യൂസഫ് അലി മധ്യസ്ഥത വഹിക്കുന്നത് ഉചിതമാണെന്നും മുസ്ലിം ലീഗ് ഇടപെടേണ്ടെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയെ AP വിഭാഗം സ്വാഗതം ചെയ്തതോടെ ഐക്യ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഈ 4-ാം തീയതി നടന്ന മുശാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയം, ഒരു തീരുമാനമാണ്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ് മറ്റ് സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചുവരണമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. നേരത്തെയും ഐക്യ ചർച്ചകൾ നടന്നതായും ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സുന്നി സംഘടനകൾ ഐക്യപ്പെടണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എപ്പോഴും സ്വാഗതാർഹമാണ്. സമസ്ത നേരത്തെയും ഐക്യത്തിന്റെ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. സഹോദര സമസ്തയും അങ്ങനെ തന്നെ എപ്പോഴും ഐക്യത്തിന്റെ ആഹ്വാനം തന്നെയാണ് നടത്താറുള്ളത്. ഐക്യ ചർച്ചയിൽ വ്യവസായി MA യൂസഫ് അലി പോലെയുള്ളവർ മധ്യസ്ഥത വഹിക്കുന്നതാണ് നല്ലത്. മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂസഫ് അലി സാഹിബിനെ പോലുള്ള സമസ്തയുമായി വളരെ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്ന ഇരു സംഘടനകളോടും ഒരേ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തുന്ന സുന്നി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത് എന്നതിലൊക്കെ അഭിമാനം കൊള്ളുന്ന അത്തരം വ്യക്തികളായിരിക്കും അതിന് നന്നാവുക. മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ മതസംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. ജിഫ്രി തങ്ങളുടെ പ്രസ്താവനയെ AP വിഭാഗം സ്വാഗതം ചെയ്തതോടെ ഐക്യ ചർച്ചകൾ വീണ്ടും സജീവമാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.